പത്തനംതിട്ട നഗരസഭയിൽ പ്രതിഷേധവുമായി LDF. പത്തനംതിട്ട ടൗൺ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ ടൗൺ സ്ക്വയറിന്റെ ഭാഗം പൊളിച്ചു നീക്കിയെന്നും നിലവിലെ UDF ഭരണസമിതിയുടെ വീഴ്ചയാണ് ടൗൺ സ്ക്വയർ നശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് LDF നേതാക്കൾ പ്രതികരണത്തിലേക്ക്. ടൗൺ സ്ക്വയറിലേക്ക് സന്ദർശിച്ചാൽ കാണാൻ കഴിയും, നഗരസഭ ടൗൺ സ്ക്വയറിൻ്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള അതിൻ്റെ ചവിട്ടുപടികളാകെ ഇടിച്ചു നിരത്തിയിരിക്കുന്നതായി കാണാൻ വേണ്ടി കഴിയും. ടൗൺ സ്ക്വയറിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് PWDയും KRFBയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം വിട്ടുകൊടുത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് മാർക്ക് ചെയ്ത ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള നിർമ്മാണം മറ്റേതെങ്കിലും ഏജൻസിയുടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തത്. ഏത് ഏജൻസി ആണെങ്കിലും ആ ഏജൻസി നഗരസഭാ സെക്രട്ടറിക്ക് അറിയിപ്പ് കൊടുത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെയും റവന്യൂ വിഭാഗത്തിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടുകളുമായി നഗരസഭാ കൗൺസിലിലേക്ക് എത്തി നഗരസഭാ കൗൺസിലിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ നഗരസഭാ കൗൺസിൽ വേണ്ട നിലയിലുള്ള എഗ്രിമെൻ്റ് വെക്കണമായിരുന്നു. ഇനി ഒട്ടും അഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എങ്കിൽ അത്തരം നിർമ്മാണം നടത്തണമെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള കരാറിൽ മുനിസിപ്പാലിറ്റി ഏർപ്പെടാൻ വേണ്ടി കഴിയണം. ഇതൊന്നുമില്ലാതെ ആർക്കും എവിടെയും എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് നഗരസഭയുടെ ഭരണ സംവിധാനം മാറുകയാണ്. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഈ ഭരണസമിതിയുടെ UDF ഭരണസമിതിയുടെ വലിയൊരു വീഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നഗരസഭയിൽ ഇതിനെതിരെ പ്രതിഷേധവുമായി LDF അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഗുരുതര ആരോപണങ്ങളാണ് അവർക്കെതിരെ ഉന്നയിക്കുന്നത്. ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അഭിമാനമാണ് ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് തന്നെ അപൂർവമായിരിക്കാം ഒരു നഗരമധ്യത്തിൽ ആളുകൾക്ക് സായാഹ്നങ്ങളിൽ ഇരിക്കാനും മറ്റ് പൊതുയോഗങ്ങൾ അനുമതിയോടെ നടത്താനൊക്കെ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സെന്റർ ടൗൺ സ്ക്വയർ. ഓപ്പൺ സ്റ്റേജും അതിനനുബന്ധമായ സൗകര്യങ്ങളൊക്കെയുണ്ട്. അതിന്റെ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ പൊളിച്ചിരിക്കുന്നത്. മാത്രമല്ല തുടർന്ന് മറ്റ് ഭാഗത്തുള്ള ഭാഗങ്ങൾ പൊളിക്കുമെന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് LDF വിശേഷ CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ ചെയർപേഴ്സണായ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. LDF ആരോപിക്കുന്നത് ഇത്തരം ടൗൺ സ്ക്വയറിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കുമ്പോൾ നഗരസഭയുടെ അനുമതിയില്ല, മാത്രമല്ല ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുമില്ല. കാരണം പുനഃസ്ഥാപിക്കണം PWDക്ക് യാതൊരു ബാധ്യതയും ഇല്ലാത്ത സ്ഥിതിയാണെന്നുള്ളത്. അപ്പൊ ഇത് UDF ഭരണസമിതിയുടെ വീഴ്ചയെന്നാണ് LDF നേതാക്കൾ ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതെല്ലാം തന്നെ പുനർനിർമ്മിക്കുമെന്നാണ് UDF കൗൺസിലർമാരും UDFന്റെ നേതാവ് കൂടിയായിരിക്കുന്ന സുരേഷ് കുമാറും പറഞ്ഞിരിക്കുന്നത്. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്.